നിന്ന് അടുത്ത ഖലീഫയിലേക്ക്, പ്രതിനിധികളിലേക്ക്, അങ്ങനെ ഔലിയാക്കന്മാരിലൂടെ ലോകത്ത് ഇന്നും നിലനിൽക്കുകയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ആ നൂർ. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കുള്ള വസീലയായി, കവാടങ്ങളായി ആര് വരുന്നത്? ഈ ഔലിയാക്കന്മാർ വരുന്നത്. അപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖലീഫമാരിലൂടെ അല്ലെങ്കിൽ ഔലിയാക്കന്മാരിലൂടെ അല്ലാതെ എവിടേക്ക് കിടക്കാൻ കഴിയില്ല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധ്യമല്ല. അറിഞ്ഞോ അറിയാതെയോ അള്ളാഹുവിന്റെ മഹാന്മാരുമായിട്ടുള്ള കണക്ഷനിലൂടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നമുക്കുള്ള കവാടം തുറന്നു കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയണമെങ്കിൽ തങ്ങളുടെ ആ അവസ്ഥകളും കാര്യങ്ങളൊക്കെ അറിയാൻ ആരെക്കൊണ്ടും പറ്റൂല. റസൂലുള്ളാഹിനെ അറിയാൻ ആർക്കേ പറ്റുള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ പറ്റുള്ളൂ. ഇതൊക്കെ വളരെ ഷോർട്ടായിട്ട് ചെറിയ രൂപത്തിലെങ്കിലും മനസ്സിലാക്കാന്നുള്ളതാണ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നമുക്ക് ചെറിയ രീതിയിലെങ്കിലും മനസ്സിലാവണമെങ്കിൽ എന്തു വേണം? റസൂലുള്ളാഹിന്റെ പിൻഗാമികളായി വന്ന മശായിഖന്മാരെ കുറിച്ചുള്ള അറിവ് നമുക്ക് വേണം. റസൂലുള്ളാഹിനെ അറിയണമെങ്കിൽ ഒരു ഷെയ്ഖിനെ അല്ലെങ്കിൽ ഒരു മഹാനെ കുറിച്ചുള്ള അറിവ് നമുക്ക് വേണം. അവരിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? റസൂലുള്ളാഹിയിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. അപ്പോൾ പറഞ്ഞുകൊണ്ടുവന്ന കാര്യം, ബഹുമാനമുള്ള ആലിമിന്റെ കുത്തുബ് ശൈഖുന നൂർ മുഹമ്മദ് അബൂബക്കർ മടവൂരി റളിയല്ലാഹു അൻഹു, ബഹുമാനമുള്ളവരെ കുറിച്ച് നമ്മൾ പറയുകയും കേൾക്കുകയും അവരുടെ ചരിത്രങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അവരെ കുറിച്ചുള്ള ചെറിയ അറിവ് നമുക്ക് ലഭിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്, പറയൂ, നമുക്ക് ലഭിക്കുന്നത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള അറിവാണ്. അതിലൂടെ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ് നമുക്ക് ലഭിക്കുന്നത്. അതാണ് ഈ ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ മഹാഭാഗ്യം. അപ്പൊ അതുകൊണ്ട് ചെറിയ കാര്യമല്ല അവരെ കുറിച്ച് മനസ്സിലാക്കുക, പഠിക്കുക, അറിയുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, ഒരു വലിയ കാര്യമാണ്. ബഹുമാനമുള്ള ശൈഖുനാന്റെ ചരിത്രം മറ്റു ഔലിയാക്കന്മാരിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ചരിത്രമാണ്. മറ്റു ഔലിയാക്കന്മാരെ വിശദീകരിക്കാനും പറയാനും, മറ്റു ഔലിയാക്കന്മാരെ കുറിച്ച് പറയാനും വിശദീകരിക്കാനും നമുക്ക് കുറച്ചൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ബഹുമാനമുള്ള ശൈഖുന ഒരു രഹസ്യമായ ഒരു വലിയ നിഗൂഢത നിറഞ്ഞ ഒരു വലിയ മഹാനാണ്. അവരെ കുറിച്ച് പറയുമ്പോൾ അഗാധത്തിലേക്ക് ഇറങ്ങി പറഞ്ഞാൽ അത് പറയാനും കേൾക്കാനുമുള്ള ഉൾക്കൊള്ളാനുമുള്ള മനസ്സ്, അത് വലിയ വലിയ മനസ്സുകൾക്ക് ഉടമകൾക്ക് സാധിക്കൂ. എങ്കിലും ചെറിയ രീതിയിൽ നമുക്ക് അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടെ പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾക്കുവാനും മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ നൂർ, പരിശുദ്ധ പ്രകാശം, ആത്മാവ് എന്ന് പറയുന്ന പരിശുദ്ധ നൂർ പ്രകാശം, സമ്പൂർണ്ണ മനുഷ്യൻ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഈ തൊട്ടടുത്ത ദിവസം എന്നോട് ഒരാൾ ഒരു സംശയം ചോദിക്കുകയുണ്ടായി. അഖ്താബികൾ എന്ന് പറയുന്ന വലിയ സ്ഥാനമുടയ ആളുകൾ, അഖ്താബികൾ എന്ന് പറയുന്ന മഹാന്മാർ, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഔസാഫുകളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗുണവിശേഷണങ്ങളെ സ്വാംശീകരിച്ചവരല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗുണവിശേഷണങ്ങളെ ഉൾക്കൊണ്ടവരാണല്ലോ അവർ. അതിന്റെ തജല്ലി, അതിന്റെ മദ്ഹറാണല്ലോ അവർ. അങ്ങനെയാകുമ്പോ ഇതെങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ആ വിശേഷണ ഗുണങ്ങൾ എങ്ങനെയാണ് ഇവരിലേക്ക് അത് വന്നത്? ഏത് രീതിയിലാണ്? അതിന്റെ അടിസ്ഥാനം എങ്ങനെയാണ്? അത് മറ്റൊന്നായി തിരിയുകയാണോ? അതല്ലാതെ എന്താണ് എങ്ങനെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ഉസ്താദ് ഒന്ന് പറഞ്ഞു തരുമോ എന്നൊരു സംശയം ഒരാൾ ചോദിക്കുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാമെന്ന് പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ അല്ല, വളരെ വളരെ ഗഹനമായൊരു വിഷയമാണ്. നൂറുല്ലാഹ് ഹഖ് എന്ന് പറയുന്ന ഒരു മഹത്തായ ഒരു സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നൂറുല്ലാഹ് ഹഖിന്റെ തജല്ലിയാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഔലിയാഇന്റെ പവർ മനസ്സിലാകുന്നത്. അള്ളാഹുവിന് ആകെ ഒരു അടിമയുള്ളൂ.
വമഖ്സൂദി ബിൽ ഖൽഖി അൽ ഇൻസാൻ ഖലഖതുൽ ഖൽഖ, ഞാൻ ഈ സൃഷ്ടികർമ്മം നിർവഹിച്ചു, ഞാൻ സൃഷ്ടികളെ പടച്ചു. ആര് പറയാണ്? അല്ലാഹു പറയാ, ഞാൻ സൃഷ്ടികർമ്മം നിർവഹിച്ചു, സൃഷ്ടികളെ പടച്ചു. ഖലഖതുൽ ഖൽഖ കുന്തു കൻസൻ മഖ്ഫിയ, ഞാൻ മറക്കപ്പെട്ട ഒരു നിധിയായിരുന്നു. ഫഹബതു അൻ ഉറഫ, എന്നെ അറിയപ്പെടണമെന്ന് ഞാനൊന്ന് ആഗ്രഹിച്ചു. അല്ലാഹു മാത്രമേ ഉള്ളൂ. അപ്പൊ അല്ലാഹു പറയാണ്, ഞാൻ എന്നെ അറിയപ്പെടണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഫഖലഖതുൽ ഖൽഖ, ഞാൻ സൃഷ്ടികർമ്മം നിർവഹിച്ചു. വമഖ്സൂദി ബിൽ ഖൽഖി, എന്റെ സൃഷ്ടികർമ്മത്തിന്റെ ആകത്തുക ലക്ഷ്യം അൽ ഇൻസാൻ, അത് സമ്പൂർണ്ണ മനുഷ്യനാകുന്നു. വമാ അൻഫുഹു വമാ ഐനുഹു വമാ യദുഹു വമാ റിജ്ലുഹു വമാ ഹുവ ഇല്ലാ അനാ. ആ ഇൻസാൻ എന്ന് പറയുന്ന സമ്പൂർണ്ണ മനുഷ്യന്റെ എല്ലാം ഞാനാകുന്നു. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു, ബഹുമാനമുള്ള ഗൗസുൽ തങ്ങൾ, ബഹുമാനമുള്ള ഗൗസുൽ തങ്ങൾ പാപ്പ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി മുനാജാത്ത് നടത്തിയതിന്റെ ഫുയൂലാത്തുർ റബ്ബാനി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അല്ലാഹുവുമായിട്ടുള്ള മുനാജാത്ത് നടത്തിയതിന്റെ ഗ്രന്ഥം മഹാനവറുകൾ രേഖപ്പെടുത്തിയത് അങ്ങനെയാണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, എന്റെ സൃഷ്ടികർമ്മത്തിന്റെ ആകത്തുക ആരാണ്? സമ്പൂർണ്ണ മനുഷ്യനാകുന്നു. അല്ലാഹുവിന്റെ ആകെയുള്ള അടിമ ആരാണ്? സമ്പൂർണ്ണ മനുഷ്യൻ ആകെ ഒരേ ഒരാളേ ഉള്ളൂ, രണ്ടാളില്ല, ഒരിക്കലും രണ്ടാളില്ല. സമ്പൂർണ്ണ മനുഷ്യൻ എന്ന് പറയുന്നത് ഒന്നാണ്, എല്ലാ കാലത്തും എന്നും അതൊന്നു തന്നെയാണ്. ഒരിക്കലും രണ്ട് എന്ന് പറയുന്ന സംഭവം രണ്ടാളില്ല, ഒന്നേ ഉള്ളൂ. അള്ളാഹുവിന് ആകെ ഒരു അടിമയേ ഉള്ളൂ. അതാരാണ് അടിമ? ആരാണത്? അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ആകെയുള്ള അടിമ ആരാണ്? ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ ആകെയുള്ള അടിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ആ നൂറുള്ള ഹക്ക്, അള്ളാഹുവിന്റെ നൂറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണ് ആദ്യമായി എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് വരുന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ബാഹ്യ രൂപം, ആ ബാഹ്യ പ്രകടനം, ബാഹ്യമായ ആ ആത്മാവിന്റെ ഏറ്റവും ലാസ്റ്റ് അറ്റത്ത് ബാക്കിൽ മുട്ടി നിൽക്കുന്നത് എന്തിലേക്കാണ് മുട്ടി നിൽക്കുന്നത്? പറയൂ. അള്ളാഹുവിൽ നിന്നല്ലേ റസൂൽ വന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ് ചെന്ന് മുട്ടി നിൽക്കുന്നത് എവിടെയാണ്? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തുമായിട്ട് കണക്ഷനിലാണ്. നേർക്കുനേരെ കംപ്ലീറ്റ്ലി നേർക്കുനേരെ മുഴുവനായും ലയിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിൻവശത്ത്. നമ്മൾ ചിന്തിക്കാൻ ഒരു ഉപമ പറയുകയാണ്. റസൂലുള്ളാഹിന്റെ ആത്മാവിന്റെ മറുവശം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന, നമ്മളിലേക്ക് അഭിമുഖമായി നിൽക്കുന്ന ആ ചിന്തിക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ മറുവശം എവിടെയാണ് മുട്ടി നിൽക്കുന്നത്? എവിടെയാണ് ലയിച്ചു നിൽക്കുന്നത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലാണ് ലയിച്ചു നിൽക്കുന്നത്. ഇത് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊന്നും സാധ്യമല്ല. ഞാൻ ഒരു ചെറിയ രൂപമാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാഴ്ചയും കേൾവിയും സർവസ്വവും ആരിൽ നിന്നാണ് വരുന്നത്? അല്ലാഹുവിൽ നിന്നാണ്. അതാണ് വമാ യൻതിഖു അനിൽ ഹവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്,